ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തീ കണ്ടതോടെ അടിയന്തരമായി നിലത്തിറക്കി. ഇന്നലെ രാത്രി ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നപ്പോഴാണ് വിമാനത്തിന്റെ എഞ്ചിനിൽ തീപിടിച്ചത്. 179 യാത്രക്കാരും 6 ജീവനക്കാരും സുരക്ഷിതരാണ്. വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത് അരുൺ പൂപ്പറമ്പയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസവും എയർ ഇന്ത്യ വിമാനം സാങ്കേതിക പിഴവ് മൂലം നിർത്തിവെക്കുന്നു, അതിനു മുൻപുണ്ടായ സമരം, തരത്തിൽ പലതവണ വന്നിട്ടുള്ള പരാതികൾ ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. 179 യാത്രക്കാരും 6 ക്യാബിൻ ക്രൂവുമാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൽ വിമാനത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. രാത്രി 11:03 ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ, ഉയർന്ന ഉടൻ തന്നെ ഈ വിമാനത്തിന്റെ വലത് ചിറകിന് താഴെയായിട്ടുള്ള എഞ്ചിനിൽ നിന്ന് തീ പടരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. യാത്രക്കാർ പെട്ടെന്ന് തന്നെ പരിഭ്രാന്തിയിലായി. അതായത് ഈ വിമാനത്തിൽ നിന്നാണ് തീ പടരുന്നത്. സ്വാഭാവികമായും ആ ഭയം, ആ പരിഭ്രാന്തി യാത്രക്കാരിലുണ്ടായി. ക്യാബിൻ ക്രൂവിനെ വിവരം അറിയിച്ചു. ക്യാബിൻ ക്രൂ പെട്ടെന്ന് തന്നെ ആ സംഭവത്തിൽ ഇടപെടുകയും അടിയന്തരമായി വിമാനത്താവളത്തിൽ തന്നെ വിമാനം ലാൻഡ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഗ്രൗണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീ പെട്ടെന്ന് തന്നെ അണച്ചു. എന്നാൽ ഇവർ 179 യാത്രക്കാരും സുരക്ഷിതരാണ്. എന്നാൽ വൻ ദുരന്തമാണ് ഒഴിവായതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു പക്ഷേ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചേനെ എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും അതായത് ഈ പെട്ടെന്ന് തന്നെ തീ അണക്കാൻ സാധിച്ചു. പിന്നീട് വിമാനത്താവളത്തിൽ എമർജൻസി പ്രഖ്യാപിച്ച് ഇവർ മുഴുവൻ യാത്രക്കാരെയും സുരക്ഷിതരായി മാറ്റുകയാണ് ഉണ്ടായത്. എന്താണ് ഈ തീപിടുത്തം അല്ലെങ്കിൽ വിമാനത്തിൽ തീ പടരാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ കാരണമെന്ന് സംബന്ധിച്ച് നിലവിൽ എയർ ഇന്ത്യ ഇതുമായി ഔദ്യോഗികമായ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ഇന്നലെ ഈ യാത്രക്കാർക്ക് അതായത് കൊച്ചിയിലേക്ക് പോകുന്നതിന് വേണ്ടി മറ്റൊരു വിമാനം സൗകര്യമൊരുക്കുമെന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നതെങ്കിലും ഇന്നിപ്പോൾ രാവിലെ അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പോ എത്ര മണിക്ക് ഏത് വിമാനം എന്ന കാര്യത്തിലൊന്നും നിലവിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നതാണ് യാത്രക്കാർ പറയുന്നത്. ഇപ്പോഴും ഈ വിമാനത്താവളത്തിൽ ഇവർ കാത്തിരിക്കുകയാണ്. അതിന് മറ്റൊരു സംവിധാനം ഒരുക്കിയിട്ടില്ല. എന്തായാലും ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കാൻ പറ്റുമായിരുന്ന ഒരു സംഭവമാണ്. സ്വാഭാവികം അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സാങ്കേതികമായ എന്തെങ്കിലും തകരാറാണോ, എന്ത് സംഭവിച്ചാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാർ ഇപ്പോഴും വിമാനത്താവളത്തിൽ തുടരുകയാണ്. മറ്റൊരു സംവിധാനം എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതുവരെ ഒരുക്കിയിട്ടില്ല. അത് ഉടൻ തന്നെ ഔദ്യോഗികമായി അറിയിക്കണമെന്നാണ് യാത്രക്കാർ ഈ ഘട്ടത്തിൽ പറയുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. എയർ ഇന്ത്യക്ക് പൊതുവെ അത്ര നല്ല കാലമല്ല എന്ന് തോന്നുന്നു. കാരണം ടാറ്റ വീണ്ടും ഏറ്റെടുക്കുന്നതോടുകൂടെ എയർ ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റസ് മാറുമ്പോൾ ഇപ്പോൾ വളരെ ഗൗരവമായി കാര്യങ്ങൾ എടുത്ത് എയർ ഇന്ത്യ മാനേജ്മെന്റ് പല മാറ്റങ്ങളിലേക്കും പോകാൻ കടക്കുകയാണെന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാവുന്നത്. തുടർച്ചയായി ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക്, പ്രത്യേകിച്ച് ക്രിസ്റ്റീനെ, ഈ ഫ്ലൈറ്റിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴേ ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇവർ പറയുന്നതിൽ കൂടുതൽ എടുത്തു റൺവേയിൽ ഒന്നും കൂടെ 2 വട്ടം ഓടിക്കഴിഞ്ഞാൽ തന്നെ എനിക്കൊക്കെ വലിയ പേടിയാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ. അതുപോലെയുള്ളവർ എത്ര പേരാണ്? അതുപോലെ ഇങ്ങനെ തുടർച്ചയായി ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ അടുത്ത പ്രാവശ്യം കയറുമ്പോൾ ഒരു ചെറിയ ഭയം ഉണ്ടാകും അല്ലേ? അപ്പം അതൊന്നും ഇല്ലാതെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ, എന്നാൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ.